ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ഒരു ചാനൽ ടിപ്സോൾ. നമ്മളിന്ന് പുതിയൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഈ ഒരു എഡിറ്റിംഗ് ആപ്പിന് പ്രത്യേകത ഉണ്ട്. ഈ എഡിറ്റിംഗ് നമുക്ക് കയറ്റണ്ട, അതായത് ഡൗൺലോഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്യുക, പിന്നെ നെറ്റ് ഓൺ, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ അല്ല. ഇത് ഈ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതിന് ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ വിൻഡോസ് 10 വീഡിയോ എഡിറ്റർ എന്നാണ്. ഈ ഒരു നിങ്ങളുടെ PC ഇപ്പോൾ വിൻഡോസ് 10 ആണെങ്കിൽ മാത്രമേ കിട്ടുക. ഒരു സിസ്റ്റത്തിൽ തന്നെയുള്ള ഒരു എഡിറ്റിംഗ് ആപ്പ് തന്നെയാണ് ആ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വിൻഡോസൊക്കെ. പിന്നെ ഇതിന് പ്രത്യേകത വെച്ചാൽ ഇതിനധികം 3D ഐറ്റംസാണ്. അധികം 3D ആയിട്ട് ബന്ധപ്പെട്ടുള്ള അടിപൊളിയായിട്ട് ചെയ്യുക. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ വാട്ടർമാർക്കില്ല, ലോങ് വീഡിയോസൊക്കെ, അങ്ങനെ എല്ലാം ഒരു പ്രശ്നമില്ല. പിന്നെ ഹൈ ക്വാളിറ്റി, ലൈക്ക് 150 ആ ഒരു MB നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റാത്തൊരു, അത് നല്ല അടിപൊളി സംഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് നേരെ എങ്ങനെ കേട്ടേണ്ടേ നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ താഴെയുള്ള ഒരു സെർച്ച് ചെയ്യുക. അവിടെ വിൻഡോസിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലത്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സെർച്ച് ചെയ്യുക. വീഡിയോ എഡിറ്റർ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അത് അവിടെ വീഡിയോ എഡിറ്റർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഓപ്പൺ ആയാൽ എൻ്റെ താഴെ 2 ഹിസ്റ്ററി കാണാം. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ന്യൂ പ്രൊജക്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പേരാണ് നിങ്ങൾക്ക് ഇഷ്ടം കൊടുക്കുക, അടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് എ അടിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു സൈഡിൽ ഇങ്ങനെ ആക്കുന്നൊരു സംഭവമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ആഡ് കാണാം. അത് നോക്കിയിട്ട് നിങ്ങൾ ഏതാണ് സേവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ PC തന്നെ ഫയലിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ് നിങ്ങളുടെ ഒരു വീഡിയോ ഉള്ളതെന്ന് പറയാം. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ വെച്ചു. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ എടുത്ത് ജസ്റ്റ് അതൊന്നെടുത്ത് താഴേക്ക് വെക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്കിത് ട്രിം ചെയ്യാം. ഓക്കെ, ട്രിമ്മിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഞാനിപ്പോൾ എൻ്റെ വീഡിയോൻ്റെ സംഭവങ്ങളല്ലാണ്ട്, ഒരു പഴയ വീഡിയോ ആണ്, അതിൻ്റെ വീഡിയോൻ്റെ സംഭവങ്ങളല്ലാണ്ട് അതിൻ്റെ കൃത്യ സൈസിൽ ഞാനിപ്പോൾ ആക്കുകയാണ്. ഞാനവിടെ ഇരുന്ന് ആ ഒരു ഇതായിട്ട് ഓക്കെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്താൽ ഓക്കെ ഇത്രയുണ്ട്. ഞാനിപ്പോൾ സൗണ്ട് ആക്കുന്നില്ല, പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല. ഓക്കെ, ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നടുക്കൊരു സാധനം കണ്ടില്ലേ, അതും ജസ്റ്റ് എവിടെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ട അവിടെ വെച്ചതിന് ശേഷം ഡൺ അടിച്ച ആ ഒരു 2 ഭാഗമായി മാറി. അവിടെ കണ്ടില്ലേ 2 ഭാഗമായി മാറി. നേരത്തെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, 2 ഭാഗമായി മാറി. ഇനി നമുക്ക് മോഷൻസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് ഇഷ്ടംപോലെ ടെക്സ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ജസ്റ്റ് അടിക്കുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള മാത്രം അടിച്ചാൽ മതി. പിന്നെ ഇങ്ങനെ അതിൻ്റെ കുറേ മോഡൽസ് ഉണ്ട്, ബ്ലറായിട്ടുണ്ട്. പിന്നെ അടിപൊളി കുറേ മോഡൽസൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതിനെക്കൊണ്ട് നമുക്കൊരു അടിപൊളി ഇൻട്രോവൽ ഉണ്ടാക്കാൻ കഴിയും. അതിനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അടിയിലുള്ള സംഭവം എന്തിനാണെന്ന് വെച്ചാൽ സൈഡ്, മുകളിൽ, അങ്ങനെ ഏത് ഭാഗത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആ ഒരു വിധത്തിലാക്കാനാണ് ലൈഔട്ട് എന്ന് അറിയുന്ന അടിയത്തെ സംഭവം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് 3D എഫക്ട്സ് ആണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. ആ ഒരു അടിപൊളി സംഭവമാണ് കണ്ട. ഇപ്പം ഞാൻ ആ ഒരു ചപ്പ് എടുത്താൽ, ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്താൽ കണ്ട ആ ഒരു ചപ്പ് ഞാൻ താഴേക്ക് ഇങ്ങനെ വീഴുന്നൊരു കണ്ടില്ലേ. ഇതിൽ 3D തന്നെയാണ് മെയിൻ എന്ന് നമുക്ക് പറയാം. അത്രയ്ക്കും കുറേ 3D ഇത്രയും നല്ല കണ്ടില്ലേ, അതായത് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് തീൻ്റെ എടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഓക്കെ അതിന് മോഷൻസിൽ സെലക്ട് ചെയ്യാം. ഞാൻ 2-3 സാധനം ജസ്റ്റ് പുറത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വെക്കുന്നത്. അതിനുശേഷം തൊട്ടിപ്പുറം 3D ലൈബ്രറി ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ആനിമൽ എടുക്കുകയാണ്, അതിൻ്റെ ഹോസ് എടുക്കുകയാണ്. ജസ്റ്റ് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ആ ഹോസ് എടുത്തു. ഓക്കെ, ആ ഒരു ഹോസ് എടുത്ത് എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ അങ്ങനെ അതൊക്കെ ചെയ്യാം. കണ്ടോ, ഹോൾസിൻ്റെ ഞാനിത് നേരെ മുമ്പോട്ടേക്ക് നോക്കുന്ന വിധത്തിലാക്കിയിട്ട് ആ ഒരു സൈഡായിട്ട് അവിടെ വെച്ചു. പിന്നെ എങ്ങനെ ചെയ്യണം, ഇപ്പോൾ ഞാനൊരു സിങ് കണ്ടില്ല, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കിക്കോളൂ. ആ ഒരു കുതിര ഇങ്ങനെ അനങ്ങുന്നുണ്ടോ, അങ്ങനെ കുറേ മോഷൻസ് ഉണ്ട്. ജമ്പിങ്ങിലുണ്ട്, തുള്ളൽ, അത് ഇതാക്കണ്ടല്ലോ, ഹോപ്പ് നോക്കിക്കോളൂ.
ഇപ്പോൾ തുള്ളുങ്ങണ്ടേ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ലുക്ക് അറൗണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ലുക്ക് അറൗണ്ട് വെക്കുകയാണ്. പ്ലേ ചെയ്താക്കാണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. ആ ഒരു വിധത്തിലുള്ള അടിപൊളി സംഭവങ്ങളും ഈ ഒരു എഡിറ്റിംഗ് ആപ്പിലോട്ട്. അത് മാത്രമല്ല ഇഷ്ടംപോലെ ആനിമൽസ്, ഇഷ്ടംപോലെ സംഭവങ്ങൾ കണ്ടില്ലേ, എന്തെല്ലോ ഉണ്ട്, വിചാരിക്കുന്നതല്ല. ഇത് ഹെലികോപ്റ്റർ, കാർ, അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അതിന് ഓരോരോ മോഷൻസും ഇവർ കുടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ചെടുക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതാ ഫിൽറ്റർ, കളർ ആഡ് ചെയ്യാൻ ആ ഒരു സംഭവം തന്നെയാണ് ഇതിവിടെ. ഇപ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾ ബ്ലറാക്കണം. നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കുറച്ച് സെക്കൻഡേക്ക് ബ്ലറാക്കാൻ കഴിയും. കണ്ടില്ലേ, ഒരു ബ്ലർ പോലെ ആ ഒരു വിധത്തിലും ആക്കാം, ബ്ലാക്ക് ആക്കാം. അങ്ങനെ ഇഷ്ടം പോലെ ഫിൽറ്ററും ഇതിൽ അവൈലബിൾ ആണ്. ബിഗിനേഴ്സിൻ്റെ ഒറ്റ തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് സ്പീഡ് കാണുള്ളൂ. ഇത് സ്ലോ മോഷനോ അല്ലെങ്കിൽ സ്പീഡോ കണ്ടോ. പിന്നെ സ്ലോ മോഷൻ എടുത്തപ്പോൾ കണ്ടോ മെല്ലെ അതൊന്ന് പിന്നെ ഞാൻ തിരിച്ച് സ്പീഡാക്കുകയാണ്. ഓക്കെ, 2 ഇനി കണ്ടോളൂ. അതാ നല്ല സ്പീഡിലാണ് ഇപ്പോൾ ആവുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഈ ഒരു എഡിറ്റിംഗ് ആപ്പിൽ. പിന്നെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ റൊട്ടേറ്റും ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു അടിപൊളി സംഭവമാണ് ഇൻട്രോ ആക്കാം. അതായത് ആരുടെ ടൈറ്റിൽ കാർഡ് ഫസ്റ്റ് തന്നെ ഒരു സംഭവം കാണുന്നില്ലേ, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാകും. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് അടിക്കുക. ഇൻട്രോ ആക്കാൻ ബെസ്റ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ടൈറ്റിലിൽ എന്താ കൊടുക്കേണ്ടത് അറിയാം. എനിക്ക് ഇതിലൊരു ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ എന്താ വെച്ചാൽ ജോയ് എന്നൊരു സംഭവമാണ്. ആ JOY ആ ഒരു സംഭവമാണ്. അടിപൊളിയായിട്ട് ഇൻട്രോക്ക് പറ്റിയൊരു സംഭവമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ടിപ്സ് വേൾഡ് എന്നടിക്കുകയാണ്. ഞാനിത് അധികം ലോങ് ആക്കുന്നില്ല, പിന്നെ എൻ്റെ വീഡിയോ അങ്ങനെ ലോങ് ആയിപ്പോവും. അപ്പോൾ ഓക്കെ, ഞാൻ ഇൻട്രോ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. പിന്നെ ഇത് അധികം നീട്ടുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന മുകളിലൊരു സംഭവം കാണാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്ലിക്ക് ചെയ്തിലൂടെ ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ അതിൻ്റെ ഒരു മ്യൂസിക് ഇപ്പോൾ കാണിച്ചിരുന്നില്ല. നിങ്ങൾക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറേ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ എൻ്റെ സൗണ്ട് ഇപ്പോൾ ഫുള്ള് ഇതാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ നേരത്തെ ആക്കിയ ഒരു ഇൻട്രോയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നീല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ കളർ എന്ന് കാണാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നീലനെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ ഫിനിഷ് ആയാൽ പിന്നെ ഒരു ഫിനിഷ് വീഡിയോ അടിക്കാൻ ഞാനിപ്പോൾ ഹൈ ക്വാളിറ്റി എല്ലാവും, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കിത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അവിടത്തേക്കൊന്ന് സേവ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിന്ന് മുഖം കാണിക്കാനും അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വേറൊരിടത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.